ഹലോ, വക്കീൽ ജിൽജിൽ ഗോപിയാണ്. ആണോ? എന്നാ ശരി, ഓക്കെ. ഫോൺ വിളിച്ച് കളിയാക്കുന്നത് കളിയാക്കിയതല്ലെന്നേ, ഞാനേ മൊബൈൽ റീചാർജ് ചെയ്തപ്പോഴേ മെസ്സേജ് വന്നില്ല. എന്റെ മെസ്സേജ് എന്റെ ഫോണിലേക്കാണോ വരുന്നത്? അതല്ലെന്ന്, മെസ്സേജ് വരാത്തപ്പോ കടക്കാരൻ പറഞ്ഞു വിളിച്ചാൽ കിട്ടുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ. അങ്ങനെ വിളിച്ചതാണ്. തനിക്ക് എന്നെ മാത്രമേ വിളിക്കാൻ കിട്ടിയുള്ളൂ. സാറവിടെ വേറെ പണിയൊന്നുമില്ലാതിരിക്കുവല്ലേ? എന്നാ വെക്കട്ടെ. അവൻ പറഞ്ഞത് കേട്ടോ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നും. എന്റെ വീട്ടിലെ മിറ്റ് പഠിക്കുന്നതും പാത്രം കഴുകുന്നതും പെണ്ണുമ്പിള്ളയുടെ തുണി അലക്കുന്നതും ഒക്കെ ആരാന്ന് അവന്റെ വിചാരം. വക്കീലേ, ഞാൻ കേസ് വായിച്ച് തോറ്റ ആരും തല്ലാൻ വരുന്നേ. എങ്ങോട്ടോടും, എവിടെ ഒളിക്കും? ആ ഒരു കാര്യം ചെയ്യ്, കോട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കാം. വക്കീലേ, വക്കീലേ, വക്കീലെ കോട്ട് ഒരു കസേര ഇട്ടത് എവിടെ പോയി കിടക്കുവാ? ഞാൻ സാറ്റ് കളിക്കാൻ വന്നാലോ? റൂട്ട് മാറ്റുന്നു. റൂട്ട് മാറ്റി. എന്റെ വക്കീലെ, ആദ്യം കോട്ടൊന്നിട്ട്. അല്ലേലേ കാണുന്നവര് വിചാരിക്കും കൊച്ചു കുഞ്ഞാന്ന്. ഈ കാലെനിക്ക് വേണം, ഈ കാലെനിക്ക് വേണം. വക്കീലെ, ഈ കാലെനിക്ക് വേണമെന്ന്. അയ്യോ, എന്നാ ആ കാല് വേണം. എന്തൊക്കെ ആയാലും എനിക്ക് ഈ കാല് വേണം. വാ തുറന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ കളി തോക്കാൻ. അതെ, ഞാൻ പാലായിന്ന് വരുവാ. പ്ലാവിലെ കറിയാ. ഞാൻ എന്റെ പേരാ പറഞ്ഞ. പ്ലാവിലെ വീട്ടിൽ കറിയാ കുട്ടി. ആട്ടുംകുട്ടിയോ? ഈ പ്ലാവിലെ കടിച്ചു പിടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ച ആട്ടുംകുട്ടിയാന്ന്. ഗോപി MLLB. LLBയുടെ ബി മാത്രമുള്ള 2 L എവിടെ പോയി? പെണ്ണുമ്പിള്ളക്ക് കഴിഞ്ഞ ആഴ്ച ലേണേഴ്സ് കിട്ടി. ഇതിന് 2 L എടുത്തോളൂ വണ്ടിക്കകത്ത്. ഈ L എടുത്താണോ വണ്ടിയെ വെക്കുന്നത്? അല്ലെങ്കിൽ അവൾ എന്തെല്ലാം ഇരിക്കോളൂ. മിസ്റ്റർ ജിഞ്ചർ കോഫി. അതെന്താ അങ്ങനെ ഒരു പേര്? എല്ലാ കാര്യത്തിനും നിൽക്കാൻ വേണ്ടി അച്ഛനിട്ട പേരാ ജിൽജിൽ. അപ്പൊ ഗോപിയോ? ഞാൻ എന്ത് ചെയ്താലും അതാ. വക്കീല്, ഈ വഴി കാണിച്ചു കൊടുക്കുന്ന തെറ്റാണോ? ഒരിക്കലല്ല. എന്നിട്ടേ ഒരുത്തനെ ഞാൻ വഴി കാണിച്ചു കൊടുത്ത് തെറ്റിപ്പോയെന്നും പറഞ്ഞു അവൻ എനിക്കെതിരെ കേസിന് പോയേക്കുവാ. അപ്പൊ അത് വെറും കേസല്ല, വഴിതെറ്റി വന്ന കേസാണല്ലേ. എന്താ പറഞ്ഞേ? അല്ല, വഴി കാണിച്ചു കൊടുക്കുന്ന ആളല്ലേ. എനിക്ക് കോടതിയിലേക്ക് വഴി കാണിച്ചിരുവോ? എന്റെ വക്കീലെ, നേരെ അങ്ങോട്ട് പോയാലേ അത് കോടതിയിലേക്കുള്ള വഴിയാ. അയ്യോ, അവിടെ പോകാൻ പറ്റൂല. അതെന്നാ? ആ കോളിൽ നടിയാടി നിൽക്കുന്നവരെ കണ്ടോ? ഞാൻ കേസ് വായിച്ച് തോറ്റാരാ. ഞാൻ അതിന് പോകുമ്പോഴേ എന്റെ കാലിൽ ഓടിക്കാൻ നിൽക്കുന്നവരാ. എന്തൊക്കെ ആയാലും വക്കീൽ ഇത് ഏറ്റെടുക്കണം. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല. അതെന്തിനാ? എട്ടെടുക്കെന്ന് പറഞ്ഞു. വക്കീൽ ഇത് ഏറ്റെടുത്ത് കേസൊന്ന് ഒത്തുതീർപ്പാക്കണോന്ന്. ഇങ്ങനെയൊന്നും വിളിച്ചാലും അവൻ വരത്തില്ല. അതല്ലെന്ന് അവ പറഞ്ഞേലേ, ക്യാരറ്റ് കാണിക്കണം. ക്യാരറ്റ്. ആ, വക്കീല് കണ്ടോ ഇപ്പം? മോട്ടു, ഇത് കണ്ടോ? മടി 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 എന്നതയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇത് കാട്ടിൽ പാട്ടായി. കിട്ടിപ്പോയി. എന്താണോ വേണ്ടത്? ഒരു മിണ്ടാപ്രാണി ഇങ്ങനെ തീറ്റ ചോദിപ്പിക്കാൻ പാടുണ്ടോ? ഒരു മിനിറ്റ് തടയും കളയല്ലേ. തിന്നാൻ തുടങ്ങല്ലേന്ന്. അതല്ല, സ്കിറ്റ് തടയും കളയല്ലേന്ന്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഈ സ്കിറ്റിന്റെ റിഹേഴ്സലിനോ ഷൂട്ടിനോ ഒരു മൃഗത്തെ ഉപദ്രവിച്ചിട്ടില്ല. ഇതെന്താ എങ്ങനെ ഒരു ബോർഡ്? ഈ ബോർഡ് വെച്ചില്ലേ, ഇത് വേറെ കേസോ. എപ്പോഴും കിഴങ്ങ് തന്നെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇലയും കഴിക്കും. അതല്ല, ഞാൻ തന്റെ കാര്യമാ പറഞ്ഞ. ഒരു കിഴങ്ങനാണല്ലോന്ന്. വക്കീലേ കോട്ടിട്ടിട്ട് മനസ്സിലായില്ല വക്കീലാന്ന്. ഞാൻ എന്റെ മാളത്തിലേക്ക് വഴി തപ്പി നടന്നപ്പോ എന്റെ വഴി ആരെങ്കിലും എടുത്തോണ്ട് പോയാ? അതല്ലെന്ന്, വഴി തപ്പി നടന്ന
വന്നപ്പം ഈ കിളവൻ എനിക്കൊരു വഴി കാണിച്ചു. അത് കാണിക്കുമല്ലോ, കേൾപ്പിക്കുമല്ലേ? അയ്യേ, അതല്ല വഴി. വഴി അത് എന്നിട്ട് ആ വഴി ഞാനിന്ന് കേറിയതോ ഒരു സിംഹത്തിന്റെ മടയിൽ. സിംഹത്തിന്റെ മടിയിലോ? മടിയല്ല, മടയിൽ. എടാ മണ്ട, അവനക്ക് സംഗീതവും കൂടെ പഠിച്ചിട്ട് പോരാൻ മേലായിരുന്നോ? ആളെന്നവനെ കണ്ടിട്ടില്ലായിരുന്നു. ഫസ്റ്റ് സിംഗ് എന്നിട്ട് എന്നെ കടിക്കാൻ ചാടി വന്നതും ഇക്കിലിട്ട് ഞാൻ ഓടി. എന്നിട്ട് സിംഗ് ചിരിച്ചോ? ഇല്ലെന്നേ, വെപ്രാളത്തിലേ എന്നെ തന്നെ ഇക്കിലിട്ടെ. മണ്ടൻ, മരമണ്ടൻ. ഇയാള് തിരിയിട്ടാ തോന്നൂല, ഞാൻ ഇയാളെ ഇക്കിലിട്ടത്. വക്കീൽ ഇത് കേക്കണം. ശരിയോ? അല്ലെന്ന് ഞാൻ പറയുന്ന കേക്കണോന്ന്. എനിക്ക് കേൾവിക്ക് ഒരു കുറവുമില്ല. താൻ വാ തുറന്ന് വല്ലതും പറഞ്ഞാലേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഈ വാ തുറപ്പിക്കല്ലേ, മണ്ടത്തിന് ഇപ്പൊ വിളമ്പി വെക്കും. വക്കീലെ, എന്നോടുള്ള വിരോധം കാരണമേ ഞാൻ എന്ത് കൃഷി ചെയ്താലും ഈ മുയല് കട്ട് തിന്നുവന്നു. ഞാനേ ക്യാരറ്റ് കൃഷി ചെയ്തു. അതല്ലെന്ന്, ക്യാരറ്റ് കൃഷി ചെയ്തെന്ന് അത് ഈ മുയല് കട്ട് തിന്നു. പിന്നെ ഞാൻ വെള്ളരി ഇട്ടു, അതും കുളവാക്കി. അതെ, തീ കുറച്ചിടുന്നായിരുന്നു. വെള്ളരിക്ക് അത്ര വേവില്ല. വെള്ളരിയല്ല, വെള്ളരിക്ക. പിന്നെ ഞാൻ കപ്പ കൃഷി ചെയ്തു, അത് കറണ്ട് തിന്നു. ഞാൻ പറഞ്ഞില്ലേ വാ ഉറപ്പിക്കില്ലെന്ന്. മണ്ടത്തിൽ വിളമ്പി വെച്ചേക്കുന്നു. ഈ മുയല് കപ്പ തിന്നുവോ? മുയല് കപ്പ തിന്നത്തില്ല, പക്ഷെ കട്ട് തിന്നും. അതല്ലെന്ന്, അവൻ എലീനെ വിളിച്ചോണ്ട് വന്നു, അത് കട്ട് തിന്നതാ ഞാൻ പറഞ്ഞു. ആര് എലീനെ പഠിക്കലോ? അല്ലെന്ന്, ഒരു തെരപ്പനലി. ബീട്രൂട്ട് കറി അത് പറഞ്ഞപ്പോഴത്തെ ഇത്ര വെളുത്തിരിക്കുന്നേ. ഞാൻ ക്യാരറ്റ് ആണ് കഴിക്കുന്നത്, അതിലാണ് വൈറ്റമിൻ സി ഉള്ളത്. ദേഹം വെളുക്കാൻ അതാ ബെസ്റ്റ്. ഞാൻ ചോറ് മാറ്റി ക്യാരറ്റ് ആക്കിയാലോ? അറിയാവോ, ചേച്ചിയുടെ ആനയൊക്കെ ക്യാരറ്റ് കഴിക്കുന്നേ. ചേച്ചിയുടെ ആനയോ? ചേച്ചിക്ക് ആനയുണ്ടോ? അതല്ലെന്ന്, ചേച്ചിയും ഡയാനും ഒക്കെ ക്യാരറ്റ് കഴിക്കുന്നേ. വെറുതെ അല്ല രണ്ടുപേരും വെളുത്തിരിക്കുന്നേ. എന്റെ വക്കീലെ, ഈ കള്ളമുയലിന്റെ വർത്താനം കൊണ്ട് നിൽക്കാതെ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കും. ഒരു തീരുമാനവും ഇല്ല. കേസ് കൊടുത്ത് കോടതിയിൽ കേടുന്നു, തക്ക ശിക്ഷ മേടിച്ചായിരുന്നു. അയ്യോ, കുറെ നേരം യവൻ തുടങ്ങിയിട്ട്. ക്ഷമിക്കുന്നവർ അതിലുള്ളൂ കേട്ടോ. ഞാൻ ആരാന്നറിയാമോ നിനക്ക്? തലയിരിക്കുമ്പോ വാലാടരുത്, വക്കീലിരിക്കുമ്പോ പ്രതി ആടണ്ടെന്ന്. അതെ, എന്റെ പൂത്ത കാശുണ്ട് അറിയാവോ. എന്റെ മോനെ ലോകം അറിയപ്പെടുന്ന സയന്റിസ്റ്റാ. എന്റെ മോള് പ്രഗത്ഭയായ ഡോക്ടറും. ഞാനും അത്ര മോശക്കാരൊന്നും അല്ല. പുലിമുരുകിലെ പുലി എന്റെ ഫ്രണ്ടാ. സിംഹത്തിൽ സിംഹവും എന്റെ ചങ്ക ചങ്ക്. അതെ, ചന്തത്തിൽ ആദ്യമായി കാലൊത്തി ഞാനാ. എന്തൊരു തള്ള തള്ളുന്നേ. നിങ്ങൾക്ക് ഇത്രയും തള്ളാമെങ്കിൽ എനിക്കും ചെറിയ തള്ളക്ക് തള്ള. എന്റെ വക്കീലെ, ഈ കേസൊന്ന് ഒത്തുതീർപ്പാക്കി തരുവാണേല് ഞാൻ വക്കീലിന് വേറെ കേസ് പിടിച്ചു തരാമെന്നു. വക്കീലുള്ള നഗാശ നടത്തുവല്ലേ? ഇങ്ങോട്ട് വന്നു. അതെ, ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കി തരുവാണെങ്കിൽ വക്കീലിന് ഞാൻ ഒരു കുത്തുകേസ് സെറ്റാക്കി തരാന്ന്. അതെങ്ങനെ വാദിക്കുമ്പോ ചോര കാണുന്നേ? രണ്ടും കൂടെ കൊലുക്ക് കൊടുക്കാൻ ഇറങ്ങിയ കോലെ നീതിയാണ്. ഇത് പലഹാരമല്ല, പരിഹാരം. തന്റെ ഫോണും വന്നേ. ഇതാ തന്റെ നീതി. മൊബൈലോ? ആ, ഇനി ആരോടും വഴി ചോദിച്ചു നിന്നേക്കരുത്. ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ട്, അത് കൃത്യമായ വഴി പറഞ്ഞുതരും. മനസ്സിലായോ? താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനും മറക്കില്ല വക്കീലെ. ആരും. അയ്യോ, എന്ത് പറ്റി? ആദ്യമായി തള്ളി കിട്ടാതെ ഒരു കേസ് പരിഹരിച്ചത് സന്തോഷം. ഗുഡ് ബൈ. പിടിക്കടാ. അയ്യോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവരെ 3 പേരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വീണ്ടും ഞങ്ങൾക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം. ബിക്കോസ് ലാസ്റ്റ് ടൈം മോന് സുഖമില്ലാതെ വീഡിയോയില് വന്ന് മോള് ഭയങ്കര ഇമോഷണൽ ആയി. ആൻഡ് അന്ന് അപ്പൂപ്പന്റെ മക്കളുടെ പറ്റി സംസാരിച്ച് അവര് എബ്രോഡിലാണ്, ഇപ്പൊ പോവാനായി. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാറ്റയ്ക്ക് ഇത്രേ വലിയൊരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അത് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല അപ്പൂപ്പനും നന്നായിട്ട് വിളയാടി പെർഫോമൻസ് ചെയ്തു. നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. എന്തൊരു ടാലന്റ് ആണ് ഇവരെല്ലാവർക്കും. ഇനി മോള് വരുമ്പോഴേ ഞങ്ങള് 3 തലമുറയുടെ സ്കിറ്റ് കളിക്കാൻ പോകാൻ.
അതാണ് അല്ല അതൊക്കെയാണ്. പിന്നെ മമ്മി പറഞ്ഞു ശ്വേതാ മാമിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന്. അപ്പൊ അയർലൻഡ് വരണ്ടേ മോളെ? അപ്പൊ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാട്ടാ. ഫോട്ടോ എടുക്കല് മാത്രല്ല മമ്മിയുടെ ആദ്യം ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ പെർഫോം കൂടെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മമ്മിയുടെ പറഞ്ഞ് വിസയും ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ഫോട്ടോ എടുക്കാം. അറിയോ മമ്മീനോട്? മമ്മിയെ കാണാൻ കൊതിയായോ? ഞങ്ങൾക്കും കൊതിയായി. കാരണം ഇങ്ങനെ മമ്മിയുടെ കാര്യം പറയുന്നല്ലോ ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പൊ ഇനി വരുമ്പോ മമ്മി എടുത്ത് പറയണം വേഗം വാ, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം എന്ന്. മുഖത്തിനേക്കാൾ വലിയൊരു വിഗും അല്ലേ? കുഞ്ഞാറ്റെ ഒന്ന് ശ്രദ്ധിക്കുക, ശ്രീനിയേട്ടന്റെ ഒരു മിനി ഒരു കുഞ്ഞ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഇവർ ഈ പെർഫോം ചെയ്തതിന് എത്രത്തോളം ബാറ്ററി നമ്മൾ ചിരിച്ച് ചാർജ് കയറ്റി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്ന്. മോഞ്ഞു കുഞ്ഞ് ബാ. കുഞ്ഞാറ്റ നോക്കുകയാണെ ഇത് ഏത് എക്സ്പ്രഷൻ ആയിരുന്നു. കാരണം അവൾക്ക് 15,000 എന്താന്ന് മനസ്സിലായില്ല. അവളിങ്ങനെ നോക്കുക ഉടനെ അപ്പൂപ്പൻ ഓക്കെ. അപ്പൊ എന്തായാലും ഇനി 15,000 റുപ്പീസ് നമുക്ക് വേണ്ടേ? പിന്നെ വേണ്ടേ? വേണം. അപ്പൊ ശ്വേത ചേച്ചിനോട് പറഞ്ഞ് ഇട്ട് തരാവോ എന്ന്. ചേച്ചി തരാൻ പറഞ്ഞേ. ചേച്ചി പൈസ തരാവോ? ചക്കരെ തരാടാ. ബാങ്ക് ഓഫ് ബോംബെ കിട്ടിയിരിക്കുകയാണ് 15,000 റുപ്പീസ്.